2005 സെപ്റ്റംബർ മാസം ടെക്സാസിലെ ലെബോഗ് നഗരത്തിലെ ഒരു ലാൻഡ് ഫില്ലിൽ ജീവനക്കാർ പതിവ് പോലെ മാലിന്യങ്ങൾ വേർതിരിച്ച് പരിശോധിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു വലിയ കറുത്ത സ്യൂട്ട് കേസ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യ നോട്ടത്തിൽ അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ സ്യൂട്ട് കേസ് അസാധാരണമായി ഭാരമുള്ളതായിരുന്നു. സംശയം തോന്നിയ ഒരു ജീവനക്കാരൻ അതിൻ്റെ സിപ്പ് തുറന്നു. അടുത്ത നിമിഷം അയാൾ ഭയന്ന് പിന്നിലേക്ക് ചാടി. സ്യൂട്ട് കേസിനുള്ളിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രദേശം വളഞ്ഞു. മൃതശരീരം ആരുടേതാണെന്ന് പോലും അന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഫോറൻസിക് വിദഗ്ധർ മൃതദേഹം പരിശോധിച്ചു. വിരലടയാളങ്ങളും മറ്റ് തെളിവുകളും ശേഖരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം 29 വയസ്സുള്ള സമ്മർ ബാൽഡിൻ എന്ന യുവതിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. 4 കുട്ടികളുടെ അമ്മയായിരുന്ന അവർ അപ്രത്യക്ഷയായതായി കുടുംബം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ചോദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ആരാണ് അവരെ കൊലപ്പെടുത്തിയത്? എന്തിനാണ് മൃതദേഹം സ്യൂട്ട് കേസിൽ ഒളിപ്പിച്ചത്? അന്വേഷണം പുരോഗമിച്ചപ്പോൾ പോലീസ് സമ്മറിൻ്റെ അവസാന ദിവസങ്ങളിലെ നീക്കങ്ങൾ പരിശോധിച്ചു. അവർ ആരെയൊക്കെ കണ്ടു? ആരോടൊപ്പമായിരുന്നു? ആരെയെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നോ? ഇങ്ങനെ ഓരോ വിവരവും പോലീസ് ശേഖരിക്കാൻ തുടങ്ങി. ഇതിനിടെയാണ് അന്വേഷണത്തെ മാറ്റിമറിച്ച ഒരു തെളിവ് ലഭിച്ചത്. എന്താണത്? മൃതദേഹം കണ്ടെത്തിയ സ്യൂട്ട് കേസ്. അത് അടുത്തിടെ വാങ്ങിയതാണെന്ന് കണ്ടെത്തി. കടകളിലെ വാങ്ങൽ രേഖകളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ പേര് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു: റൊസേഡിയോ റോഡ്രിഗസ്. ആദ്യം അയാൾ സാധാരണ സംശയിക്കപ്പെടുന്ന ഒരാൾ മാത്രമായിരുന്നു. എന്നാൽ കൂടുതൽ അന്വേഷണം നടന്നപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. സമ്മർ ബാഡ്ലിനുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ മുൻകാല പ്രവർത്തനങ്ങളും സംശയാസ്പദമായിരുന്നു. പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഫോറൻസിക് തെളിവുകൾ ഒന്നൊന്നായി അയാളിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. അവസാനം റോഡ്രിഗസിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഇനിയും പുറത്തു വരാനുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിനിടയിലും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലുമാണ് മറ്റൊരു പെൺകുട്ടിയുടെ തിരോധാന കേസുമായി ഇയാളെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ലഭിച്ചത്. 16 വയസ്സുകാരിയായ ജെസിക്ക. 1 വർഷം മുമ്പ് കാണാതായിരുന്ന ഈ പെൺകുട്ടിയുടെ കേസ് അന്നുവരെ ദുരൂഹമായി തുടരുകയായിരുന്നു. അന്വേഷണം ആ ദിശയിലേക്ക് നീങ്ങിയപ്പോൾ പോലീസ് ഭയാനകമായ സത്യം കണ്ടെത്തി. ജെസിക്കയെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്യൂട്ട് കേസിലാക്കി ഉപേക്ഷിച്ചിട്ടുള്ളത് റാഡ്വിൻ തന്നെയായിരുന്നു. ജെസിക്കയെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്യൂട്ട് കേസിലാക്കി മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ ഉപേക്ഷിച്ചിരുന്നു. അതായത് ലാൻഡ് ഹില്ലിൽ കണ്ടെത്തിയ സ്യൂട്ട് കേസ് ഒരു കൊലപാതകത്തിൻ്റെ തെളിവ് മാത്രമായിരുന്നില്ല, 2 വ്യത്യസ്ത കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ കാരണമായിരുന്നു. കോടതിയിൽ നടന്ന വിചാരണ മാസങ്ങളോളം നീണ്ടു. പ്രോസിക്യൂഷൻ ശക്തമായ ഫോറൻസിക് തെളിവുകളും സാക്ഷിമൊഴികളും ഹാജരാക്കി. പ്രതിഭാഗം പല വാദങ്ങളും ഉന്നയിച്ചെങ്കിലും തെളിവുകളുടെ ശക്തിക്ക് മുന്നിൽ അവ നിലനിന്നില്ല. അവസാനം റൊസെൻഡോ റോഡ്രിഗസിനെ കുറ്റക്കാരനായി കോടതി കണ്ടെത്തി. ടെക്സാസിലെ നിയമപ്രകാരം അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം വധശിക്ഷ നടപ്പിലാക്കി. പക്ഷേ ഇന്നും ഈ കേസ് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഒരു സാധാരണ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ കണ്ടെത്തിയ ഒരു സ്യൂട്ട് കേസ്, അത് 2 കൊലപാതകങ്ങളുടെ രഹസ്യം വെളിച്ചത്ത് കൊണ്ടുവന്നു. അന്നേ ദിവസം ആ ജീവനക്കാരൻ ആ സ്യൂട്ട് കേസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ കൊലപാതകങ്ങളുടെ സത്യം ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് വീണ്ടും മനസ്സിലാക്കാം, കാലം കാത്തുവെക്കുന്ന ഒരു തെളിവ് അത് ഏത് കുറ്റകൃത്യത്തെയും മറനീക്കി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും.